ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ക്യാൻസറിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞു കുട്ടികൾക്ക് വരെ ഈ കാലാവസ്ഥയിൽ ക്യാൻസർ വരെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തരത്തിലും ക്യാൻസർ ഉണ്ട്. ബ്ലഡിൽ ക്യാൻസർ ഉണ്ട്, തൊണ്ടയിൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്, വായിൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് ക്യാൻസറുകൾ ഇപ്പോൾ ഈ ലോകത്ത് പടർന്ന് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത കുഞ്ഞു മക്കൾക്കാണ്. ഇതൊന്നും നമുക്ക് വരാതിരിക്കാനും അഥവാ ഈ ക്യാൻസർ വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ അതിന് ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും ഇപ്പോൾ ഉള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ചികിത്സ എല്ലാവരും ചെയ്യുന്നതാണ്, അവൈലബിൾ ആണ് കേട്ടോ. ഈ പല പല കട്ടായിട്ടാണ് നമ്മുടെ ഈ രോഗം എല്ലായിടത്തും ഉള്ളത്. അതുപോലെ തന്നെ ഇത് ഇനി വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനെ മാറ്റിയെടുക്കാനും ഒക്കെ ഉള്ള നല്ല ഗുണമായിട്ടുള്ള വീഡിയോയാണ് ഞാനിപ്പോൾ അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് മുഴുവൻ ഇരുന്ന് കണ്ടാലും നിങ്ങൾക്ക് ആർക്കും ഒരു അസുഖവും കൂടാതെ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും മുഴുവൻ ഇരുന്ന് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ബന്ധുക്കൾക്കും എല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്കും കൂടെ ഉപകാരമാകും. ഞാറമൂട് ശ്രീ ഗോകുലം നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്. അവരാണ് നമുക്ക് ഈ വിശദമായിട്ട് എല്ലാ ഘട്ടങ്ങളും ക്യാൻസറെ പറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വ്യക്തമായി തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ കണ്ട് ആരോഗ്യത്തോടെ ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് ഈ സെർവിക്കൽ ക്യാൻസർ എന്താണെന്ന് നോക്കാം. ഈ സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗർഭാശയത്തിന് താഴെയുള്ള യോനിയുമായിട്ട് ചേരുന്ന ഭാഗമാണ് നമ്മുടെ ഈ സെർവിക്സ് എന്ന് പറയുന്നത്. ഈ സെർവിക്സിലുള്ള കോശങ്ങൾക്ക് ഉണ്ടാകുന്ന അസാധാരണമായുള്ള വളർച്ച കാരണം അത് ട്യൂമറായിട്ട് മാറുന്നു. ഈ ട്യൂമർ നമ്മുടെ ഗർഭാശയത്തിലുള്ള മറ്റുള്ള കോശങ്ങളെ ബാധിക്കുന്ന അവസ്ഥയാണ് സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. ഇതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് HPV അണുബാധയാണ്. ഈ ലൈംഗിക ബന്ധത്തിലൂടെയാണ് മിക്കവാറും HPV വൈറസ് നമുക്ക് ശരീരത്തിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെ ഒന്നിലധികം ലൈംഗിക പങ്കാളികൾ നമുക്ക് ഉണ്ടാകുക, അതുവഴി നമുക്ക് HPV വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു. അടുത്തത് നമ്മുടെ ചെറുപ്പം തൊട്ട് തന്നെ നമ്മുടെ ലൈംഗിക ജീവിതം തുടങ്ങുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെറുപ്പം മുതലേ കുട്ടികളൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അവസ്ഥ കണ്ടുവരുന്നുണ്ട്. അതുവഴി നമുക്ക് ഈ ക്യാൻസർ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് പുകവലി. എങ്ങനെയാണ് ഈ ക്യാൻസർ ഉണ്ടാകാൻ കാരണമാകുന്നത് എന്ന് വെച്ചാൽ, പുകവലിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരുന്നുണ്ട്, രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അതുവഴി നമുക്ക് HPV അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടി വരികയാണ്. അടുത്തതായിട്ട് വരുന്നത് ഗർഭനിരോധന ഗുളികകളുടെ ദീർഘകാല ഉപയോഗം. കുറെ കാലം ഇങ്ങനെയുള്ള ഗുളികകൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുന്നു. അതേപോലെ തന്നെ അമിതവണ്ണം, അതേപോലെ നമ്മൾ കൃത്യസമയത്ത് പോയി നമ്മൾ ഈ ക്യാൻസറിനെ പറ്റിയിട്ടുള്ള സ്ക്രീനിങ് ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുന്നു. നമ്മുടെ യോനി ഭാഗത്ത് അഥവാ സെർവിക്സിന്റെ ഭാഗത്ത് നമുക്ക് ചെറിയ രീതിയിലുള്ള പോഷകൾ, അസാധാരണമായിട്ടുള്ള പോഷകൾ കാണുവാണെങ്കിൽ അതുവരെ ചുരണ്ടിയെടുക്കും. അതൊരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച്, സ്പാറ്റില എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് അവർ ചുരണ്ടിയെടുക്കും. അല്ലെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ കോശങ്ങൾ എടുക്കുന്നത്. ഈ കോശങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? പരിശോധിച്ച ശേഷം അതിൻ്റെ അകത്ത് ക്യാൻസർ ബാധിതനായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പരിശോധന. ഇതിൽ നമ്മൾ പറയുന്നത് ഈ
ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കും. അത് നോക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഇത് വ്യാപിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ സെർവിക്സിന് വന്നാലും അത് പല പല അവയവങ്ങളിലേക്കും പോകാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് കൂടെ ചെക്ക് ചെയ്യുന്നത്. അടുത്തത് പരിശോധനകൾ. നമ്മൾ സ്കാനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കുന്നത് നമ്മൾ MRI സ്കാൻ ചെയ്യാം, CT സ്കാൻ, അൾട്രാസൗണ്ട്, ഇതൊക്കെ പിന്നെ പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി സ്കാനുകളൊക്കെ ഉണ്ട്. ഇത് ചെയ്യുന്നതിനാണ് നമ്മൾ ഇമേജിംഗ് പരിശോധനകൾ എന്ന് പറയും. അപ്പൊ ഇത്രയാണ് രോഗനിർണയം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ സെർവിക്കൽ ക്യാൻസറിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള രോഗനിർണയം എപ്പോഴും പ്രാക്ടിക്കൽ ടെസ്റ്റ് തന്നെയാണ്. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും. നേരത്തെ കണ്ടുപിടിച്ചാൽ നേരത്തെ നമുക്കത് മാറ്റാൻ പറ്റും. ഇത് കാണാൻ പറ്റും. അസാധാരണമായിട്ടുള്ള മുഴകളോ സിസ്റ്റുകളോ എന്തെങ്കിലും കോശങ്ങളൊക്കെ കൂടുതലായിട്ട് വളരുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര പെട്ടെന്ന് ഏത് ക്യാൻസർ ആണെങ്കിലും എത്ര പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നോ അത്രയും നേരത്തെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. നമ്മൾ എത്ര വൈകിച്ചുകൊണ്ടിരിക്കുന്നോ അത്രയും നമുക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ലക്ഷണം തോന്നി കഴിഞ്ഞാൽ അവിടെ തന്നെ കാണിക്കുക എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെസ്റ്റുകൾ 21 വയസ്സിന് ശേഷമുള്ള ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. 21 വയസ്സിന് ശേഷമാണ് ചെയ്യാൻ പാടുള്ളത്. ഇതിൽ 21 to 29 വയസ്സുള്ളവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തായാലും ചെയ്തിരിക്കണം ഒരു തവണയെങ്കിലും. പിന്നെ 5 വർഷം കൂടുമ്പോൾ ഇത് വീണ്ടും എടുത്തുകൊണ്ടിരിക്കുക, ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഈ ഇടയായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറി ഇപ്പൊ എപ്പോഴും ക്യാൻസർ എല്ലാവർക്കും തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് 30 to 45 വയസ്സുള്ളവരുടെ ഇടയിലാണെങ്കിൽ 13 വർഷം കൂടുമ്പോഴെങ്കിലും ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് മുകളിലേക്കാണെങ്കിൽ 3 വർഷം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ക്യാൻസറിന്റെ സ്റ്റേജസ് അല്ലെങ്കിൽ എത്ര ഘട്ടങ്ങളായിട്ടാണ് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകുന്നതെന്നാണ് പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും സെർവിക്കൽ ക്യാൻസറിന്റെ 4 ഘട്ടങ്ങളാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ ഘട്ടം, അതായത് ക്യാൻസറിന്റെ വ്യാപനം സെർവിക്സിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു, അത് പുറത്തേക്ക് വ്യാപിക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ ഘട്ടം. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് വെച്ചാൽ ക്യാൻസറിന്റെ വ്യാപനം സെർവിക്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, അതുപോലെ തന്നെ യോനിയുടെ മുകൾ ഭാഗത്തേക്കാണ് വ്യാപിച്ചു വരുന്നത്. ഈ ആദ്യത്തെയും രണ്ടാമത്തെയും ഘട്ടങ്ങൾ നമുക്ക് കൃത്യമായിട്ടുള്ള പരിശോധനയിലൂടെയും അതുപോലെ തന്നെ ചികിത്സയിലൂടെയും പൂർണ്ണമായിട്ട് നമുക്ക് ഭേദമാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ മൂന്നാമത്തെ ഘട്ടം എന്ന് വെച്ചാൽ ഈ ക്യാൻസറിന്റെ വ്യാപനം യോനിയുടെ താഴ്ഭാഗത്തേക്കും അതുപോലെ തന്നെ പെൽവിസ് അതുപോലെ പെൽവിക് ലിംഫിനോഡിലേക്കും ക്യാൻസർ വ്യാപിക്കുന്നുണ്ട്. നാലാമത്തെ ഘട്ടം എന്ന് വെച്ചാൽ മറ്റുള്ള അവയവങ്ങളിലേക്ക് ക്യാൻസർ വ്യാപിക്കുന്നതാണ് നാലാമത്തെ ഘട്ടം. അതായത് കുടലിലേക്ക്, മൂത്രസഞ്ചിയിലേക്ക്, അതുപോലെ തന്നെ കരള്, അസ്ഥി ഇവയിലേക്കെല്ലാം ക്യാൻസർ വ്യാപിക്കുന്നതാണ് നാലാമത്തെ ഘട്ടം. ഇത്രയാണ് അങ്ങനെ പ്രധാനമായിട്ട് 4 സ്റ്റേജസ് ആണ് സെർവിക്കൽ ക്യാൻസർ എന്നുള്ളത്. അതുപോലെ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങളിവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഗർഭാശയമുഖത്തെ ക്യാൻസർ അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസറിനെ പറ്റി, സ്തന അർബുദത്തെ പറ്റി ചെറിയൊരു രീതിയിൽ ബോധവൽക്കരണ ക്ലാസ് തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്ക് അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾക്കാവട്ടെ അല്ലെങ്കിൽ ബന്ധുക്കൾക്കാവട്ടെ ആർക്കെങ്കിലും ഒരാൾക്ക് ക്യാൻസർ അറിവ് കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇപ്പോൾ 2026 വേൾഡ് ക്യാൻസർ ഡേയുടെ തീം എന്ന് പറയുന്നത് യുണൈറ്റഡ് ബൈ യൂണിക് എന്നാണ്. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, വ്യത്യസ്തരായാലും ഒരുമിച്ച് ക്യാൻസറിനെതിരെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഇത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ വീഡിയോ ഇടുന്നത്. എന്നെ പോലെയുള്ള ഒരുപാട് കുഞ്ഞ് എൻ്റെ പ്രായമുള്ളവരും അതുതന്നെ കൊച്ചു മക്കളും ചേട്ടന്മാരും ചേച്ചിമാരും മുതിർന്നവരും എല്ലാം കൂടുതലും നമ്മുടെ ഈ ക്യാൻസർ രോഗം എല്ലാവർക്കുമായിട്ട് പകരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ഇട്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമുണ്ട്, അവർക്കൊന്നും അസുഖമൊന്നുമില്ല, സുഖമായി എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി എനിക്ക് ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പകർത്തി തരുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആർക്കെങ്കിലും സുഖമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ബൈ.